ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആ പ്രേതബാധ അകറ്റാൻ വന്ന ആ ആള് ശ്രുതിയോട് ചോദിക്കുന്ന 12,000 രൂപയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, അതിനിവിടെ പ്രേതബാധ ഇല്ലല്ലോ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ 12,000 രൂപ കൊടുക്കില്ലായിരുന്നോ? ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു, പക്ഷേ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാനിവിടെ പിടിച്ചിരുത്താന്ന് പറയട്ടോ അയാൾ. അയ്യോ വേണ്ട വേണ്ട, ഞാനിപ്പോൾ അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അയാൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം 2 കോടി രൂപ എവിടുന്നോ സംഘടിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇനി 75 ലക്ഷം കൂടി വേണമല്ലോ, അതിനിപ്പം നമ്മൾ എവിടെ പോകും എന്ന് പറഞ്ഞ് ശ്രുതി ആ ഐഡിയ പറഞ്ഞു കൊടുക്കണം കേട്ടോ ശ്രുതിക്ക്. ശ്രുതിയുടെ ഷെയർ അച്ഛനും അമ്മയോട് ചോദിക്കണം, അപ്പം നമുക്ക് ഈ വീട് വാങ്ങാലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുകയാണ്. നേരെ പോയിട്ട് വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടോ. അച്ഛാ, മൂത്ത മകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഷെയർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ വീട് വാങ്ങായിരുന്നു, എൻ്റെ ഷെയർ മാത്രം തന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി പറയും, അങ്ങനെ വീട് വിൽക്കുന്നില്ല ഇപ്പോൾ, അത് നീയല്ലല്ലോ പറയേണ്ടത്, അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, ഈ വീട് വിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് അവളുടെ അച്ഛൻ എഴുതി കൊടുത്ത വീടാ, അവൾ അത് വിറ്റ് തുളയ്ക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം എൻ്റെ പേരിലും കൂടിയാണ് ഈ വീട് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, വീട് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന്. അപ്പോൾ ശ്രുതി പറയും, ഈ വീട് നിനക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കോളർ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.